Election Puram, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ന്യൂസ് 18 കേരളത്തിന്റെ ഇലക്ഷൻ പൂരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ച മാരത്തൺ ഇലക്ഷൻ റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ 20 മണ്ഡലങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ആണ് തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ, 5 ദിവസം മാത്രം ശേഷിക്കെ എവിടെ വരെ എത്തി നിൽക്കുന്നു, ഓരോ മുന്നണികളുടെയും പ്രകടനം, ഇനി അവരുടെ പ്രതീക്ഷകൾ, കണക്കുകൂട്ടലുകൾ, അടിയൊഴുക്കുകൾ ഉൾപ്പെടെയുള്ള സാധ്യതകൾ ആണ് വിലയിരുത്തുന്നത്. ഏത് മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുകൂടി കൃത്യമായി പ്രേക്ഷകരോട് പറയുകയാണ് ഞങ്ങൾ. എന്താണോ രാഷ്ട്രീയ സാഹചര്യം അത് ഒരു മറയുമില്ലാതെ തന്നെയാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 7 മണ്ഡലങ്ങൾ ആണ് പൂർത്തീകരിച്ചത്. ഇന്ന് രാത്രി 8 മണി വരെ തുടർച്ചയായി 20 മണ്ഡലങ്ങൾ കവർ ചെയ്യുന്നു. സജിത്ത്, നമ്മൾ 7 മണ്ഡലങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അവിടുത്തെ രാഷ്ട്രീയ സാധ്യതകൾ, സാഹചര്യം, ആർക്ക് മേൽക്കൈ, ആര് പിന്നിൽ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞു വെച്ചത്. ഇനി എവിടേക്കാണ്? ഇനി നമ്മൾ പോകുന്നത് വീണ്ടും മലബാറിലേക്കാണ്. മലബാർ രാഷ്ട്രീയത്തിൽ അങ്ങേറ്റം നിർണായകമാകുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നു. കണ്ണൂരാണ് ലോക്സഭാ മണ്ഡലം. കണ്ണൂർ ഇത്തവണ അങ്ങേറ്റം പ്രാധാന്യമുള്ള ഇടങ്ങളാണ്. ഒപ്പം കണ്ണൂർ, കൊല്ലം, ഇടുക്കി, പാലക്കാട്, മാവേലിക്കര, ഇങ്ങനെ 5 ലോക്സഭാ മണ്ഡലങ്ങളാണ് വരുന്ന 2.5 മണിക്കൂറിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടുത്തെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ശേഷിക്കുന്ന 5 ദിവസം ഇനി ജനങ്ങളുടെ ജനഹിതത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ, മണ്ഡലത്തിന്റെ പൊതു സാഹചര്യങ്ങൾ, മാറിമറിയുന്ന മറ്റ് സാധ്യതകൾ, ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് 5 റിപ്പോർട്ടർമാർ തയ്യാറായി നിൽക്കുന്നു ഞങ്ങളുടെ 5 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന്. അവിടെ കണ്ണൂരിൽ നിന്നുള്ള വിവരം മനു ഭരത്താണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. കൊല്ലത്ത് നിന്ന് ആരാണ്? എം ജി രേണുക കൊല്ലത്തുണ്ട്. ഇടുക്കിയിൽ ഡാനി പോൾ ഉണ്ട്. ഒപ്പം പാലക്കാട് വിനേഷ് കുമാറും മാവേലിക്കരയിൽ കിരൺ ബാബുവും നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഈ മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ പൾസ്, എവിടെ എത്തി നിൽക്കുന്നു, അത്തരം കൃത്യമായ വിശകലനങ്ങൾ ആണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകാൻ പോകുന്നത്. ആദ്യം കണ്ണൂരിലേക്ക്. നമ്മൾ വേഗത്തിൽ കണ്ണൂരേക്ക് അടക്കുമ്പോൾ കണ്ണൂരിന്റെ ജനറലായ ഫിഗർ നമുക്ക് പരിശോധിക്കാം. തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ, ഇങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം എങ്ങനെയാണ് ചിന്തിച്ചത് എന്നതാണ് പരിശോധിക്കുന്നത്. 2019 ഫിഗർ ഇങ്ങനെയാണ്. കെ സുധാകരൻ 5,29,000 പരം വോട്ടുകൾ നേടുന്നു. പി കെ ശ്രീമതി ഇടതുപക്ഷത്ത് നിന്നും 4,30,000. ഒപ്പം സി കെ പത്മനാഭൻ 68,000 പരം വോട്ടുകൾ. മജോറിറ്റി ഭൂരിപക്ഷം 94,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ കെ സുധാകരന്റെ വിജയം കണ്ണൂരിൽ നിന്നും ഉണ്ടാവുന്നത്. കണ്ണൂരിലെ നിയമസഭാ ചരിത്രം പരിശോധിക്കുമ്പോൾ 2021 കഴിഞ്ഞ 2019 ലോക്സഭയ്ക്ക് ശേഷം 21 നിയമസഭയിലേക്ക് വരുമ്പോൾ 5 ഇടതുമുന്നണി, 2 UDF എന്നതാണ് സാഹചര്യം. അതായത് ഇരിക്കൂറും പേരാവൂറും ഒഴികെയുള്ള ബാക്കി 5 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് തന്നെ വിജയിച്ചു എന്നതായിരുന്നു സാഹചര്യം. എപ്പോഴും ഒരുപക്ഷെ കണ്ണൂർ എന്ന പേര് കേൾക്കുമ്പോൾ അത് ഇടതിന്റെ മണ്ണ് എന്നാണ് പൊതുവെ നമുക്ക് ഒരു വികാരം എന്ന നിലയിലേക്ക് ഉയർന്നു വരിക എന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും കണ്ണൂർ രാഷ്ട്രീയം, കണ്ണൂർ ഇടതിന് ചുവപ്പ് കോട്ട അല്ലെങ്കിൽ എന്നൊക്കെ പറയാം എന്ന് പറയുമ്പോൾ പോലും പക്ഷേ രാഷ്ട്രീയ വാസ്തവം അതല്ലല്ലോ സജിത്ത്. അതായത് ഇടതിന് മാത്രമല്ല UDFന് കൃത്യമായ സ്വാധീനമുള്ള പ്രദേശം കൂടിയാണല്ലോ കണ്ണൂർ. ഏറ്റവും പ്രത്യേകിച്ച് ലോക്സഭാ ചരിത്രത്തിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ UDFനെ ഏറ്റവും അധികം പിന്തുണച്ചിട്ടുള്ള ഒരു ഇടമാണ് അവിടെ. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ വളരെ പ്രശസ്തരായ പ്രഗത്ഭരായ ആളുകൾ നിരവധി തവണ മത്സരിച്ച ഇടമാണ്. ഒപ്പം ചില അട്ടിമറികളൊക്കെ ഇടക്കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അതിനുമപ്പുറം UDFന്റെ ഒരു ഉറച്ച കോട്ടയോ അല്ലെങ്കിൽ UDFന് അല്പം മേൽക്കൈയുള്ള ഇടം കണ്ണൂർ എന്ന് നമുക്ക് പൊതുവിൽ ആ ലോക്സഭാ മണ്ഡലത്തെ പൊതുവിൽ വിലയിരുത്താം. എന്തായാലും നമുക്ക് മനുവിലേക്ക് പോകാം. മനു, അവിടെ ശക്തമായ പോരാട്ടം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ സുധാകരൻ മത്സരിക്കുമോ അല്ലെങ്കിൽ സുധാകരൻ ഇനിയും അവിടെ മത്സരിക്കേണ്ടതുണ്ടോ എന്നതൊക്കെ സംബന്ധിച്ച് കോൺഗ്രസ്
കോൺഗ്രസിനുള്ളിലായിരുന്നു ഒരു ആശയക്കുഴപ്പം, ആരെ മത്സരാർത്ഥിയാക്കണമെന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു തുടക്കത്തിലടക്കം. എന്തായാലും പേരുകളിൽ പിന്നീട് മാറ്റം ഉണ്ടായില്ല. സിറ്റിംഗ് എംപിമാർ കഴിയുന്നത്ര മത്സരിക്കുക എന്ന നിലപാടിലേക്ക് ഉൾപ്പെടെ ഹൈക്കമാൻഡും തീരുമാനമെടുക്കുന്നു. സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയ ചിത്രം വിലയിരുത്തുന്നു. അങ്ങനെ രാഷ്ട്രീയ ചിത്രം തെളിയുകയും ചെയ്തതാണ്. ഇപ്പോൾ മനു ഏറ്റവും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എല്ലാ മുന്നണികളും ഏത് തരത്തിലാണ് അവരുടെ പോരായ്മകൾ ഉൾപ്പെടെ നികത്തിക്കൊണ്ട് മുന്നേറുന്നത്? അഭിലാഷ്, കണ്ണൂരിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ടേമിലെ തെരഞ്ഞെടുപ്പും ഈ ഒരു ടേമിലെ തെരഞ്ഞെടുപ്പും നോക്കുമ്പോൾ ഈ നഗരപ്രദേശങ്ങളിൽ വലിയൊരു ആവേശത്തിൻ്റെ ഒരു കുറവുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കാൾ ടാക്സ് എന്ന കണ്ണൂരിലെ ഏറ്റവും മർമ്മപ്രധാനമായ നഗര കേന്ദ്രത്തിൽ തന്നെയാണ്. സാധാരണഗതിയിൽ ഈ കാൾ ടാക്സ് പ്രദേശമൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്ററുകളൊക്കെ കൊണ്ട് സജീവമാകേണ്ട ഒരു ഇടമാണ്. ഇപ്പോൾ നമുക്ക് ആകെ കാണാൻ കഴിയുന്നത് എം വി ജയരാജൻ്റെ ഒരു കട്ടൗട്ടുണ്ട് എ കെ ജിയുടെ പ്രതിമയ്ക്ക് തൊട്ടടുത്ത്. നേരെ മറിച്ച് ഇപ്പുറത്ത് കെ സുധാകരനും സമാനമായ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് കൊടിതോരണങ്ങളോ അങ്ങനെ വലിയ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP കേന്ദ്ര സർക്കാരൊക്കെ അവരുടെ അക്കൗണ്ടുകൾ അടക്കം മരവിപ്പിച്ച് നിർത്തുവാണ്. അങ്ങനെ കേന്ദ്രം പ്രതികാര നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് തോന്നുന്നു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ട് എന്നത് വാസ്തവമാണല്ലേ സജിത്ത്? പക്ഷേ മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ് മനു ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലേക്ക് കണ്ണൂരിലേക്കും ഒക്കെ പോകുമ്പോൾ രാഷ്ട്രീയത്തിന് വീറും വാശിയും കൂടുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ അത്? അത് സ്വാഭാവികമായും കണ്ണൂർ വളരെ പൊളിറ്റിക്കലായ ഒരു ജില്ലയാണ്. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടതുകോട്ട എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ പാർലമെൻറ്റ് മണ്ഡലം എന്ന തരത്തിലേക്ക് വരുമ്പോൾ കണ്ണൂരിൻ്റെ പ്രധാന ഇടതുകോട്ട കല്യാശ്ശേരി, പയ്യന്നൂരൊക്കെ കാസർഗോഡിൻ്റെ ഭാഗമാകുന്നു. തലശ്ശേരി, കൂത്തുപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ വടകരയുടെ ഭാഗമാകുന്നു. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ പാർലമെൻറ്റ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും കണ്ണൂരിൽ കെ സുധാകരൻ വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ സുധാകരൻ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുക എന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പൊതുവെ ഒരു വിമർശനം കെ സുധാകരൻ നേരിട്ടത് ഈ കഴിഞ്ഞ തവണ ജയിച്ചതിന് ശേഷം അദ്ദേഹം KPCC പ്രസിഡന്റൊക്കെ ആയപ്പോൾ കൂടുതലും ആളുകൾക്കിടയിൽ അങ്ങനെ സമയം ചെലവഴിക്കാൻ, ആളുകളുടെ മറ്റു കാര്യങ്ങളിലും പൊതുപരിപാടികളിലുമൊക്കെ സമയം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണ അദ്ദേഹം ആ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇതിൽ നിങ്ങൾ നേരത്തെ സൈത്തും അഭിലാഷും ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, ഈ കണ്ണൂരിൽ എങ്ങനെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഫേസ് എങ്ങനെ വരും എന്നത്, ഇവിടെ സാധാരണഗതിയിലുള്ള ഒരു ത്രികോണ മത്സരം എല്ലായിടത്തും പറയുന്നത് പോലെ ഉണ്ടോ എന്ന് സംശയമാണ്. എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് LDFും UDFും നേർക്കുനേർ ഒരു പോരാട്ടം നടത്തുന്ന ഒരു ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായി ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രണ്ടു പേർക്കും കൃത്യമായ ഒരു അടിത്തറ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ട് എന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. 40% വോട്ടുകൾ രണ്ട് മുന്നണികൾക്കും ഉണ്ട്. അപ്പോൾ ഒരു 5% ഇതിൻ്റെ പൊതുവെ ഒരു ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഘടകം. ആ 5% വോട്ടുകൾ എങ്ങോട്ട് മറിയുന്നോ അതനുസരിച്ചുള്ള ഒരു ചലനം കണ്ണൂരിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അവസാന നിമിഷം വരെയുള്ള പ്രചരണങ്ങൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ ഇരിക്കൂർ, പേരാവൂർ പോലുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടയാണ്. ഈ മറ്റ് സാധാരണ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഭരണവിരുദ്ധ വികാരം അല്ല അങ്ങനെയുള്ള പൊതുസംഭവങ്ങൾ ഒക്കെ ഇതിനേക്കാൾ അപ്പുറത്ത് കണ്ണൂരിൽ ഒരു പ്രധാന വിഷയമായി ഉയരുന്നത് ഈ പൊളിറ്റിക്സ്, അതായത് ഒരു രാഷ്ട്രീയ നിലപാടെന്ത് എന്നത് വലിയ തോതിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പോൾ ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDFന് ഉണ്ട് എന്നതാണ് അവരുടെ ഒരു അടിത്തറയായി മാറുന്നത്. മാത്രമല്ല ഈ കണ്ണൂർ നഗരത്തിൽ നഗരസഭ UDF ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ ഒരു പിന്തുണ കോൺഗ്രസിനും UDFനും ഉണ്ട്. ലീഗിന് വളരെ നിർണായകമായ ഒരു ശക്തി എന്ന നിലയിലുണ്ട്. 30% ന്യൂനപക്ഷ വോട്ടർമാർ കണ്ണൂരിലുണ്ട്. 10%
ന്യൂനപക്ഷ വോട്ടർമാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 10% ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷ വോട്ടർമാരുണ്ട്. അങ്ങനെ മൊത്തം ഒരു 40% ന്യൂനപക്ഷ വോട്ടർമാർ കണ്ണൂരിൻ്റെ ഒരു ഭാഗധേയം എന്ന് നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സാധാരണഗതിയിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായും കണ്ണൂരിനെ ബാധിക്കുന്നുണ്ട്. തീരദേശ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, മലയോര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, വന്യജീവി പ്രശ്നം, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പിൽ ആ ഘട്ടത്തിൽ പ്രതിഫലിക്കാം. പൊളിറ്റിക്കലായി ഒരു വലിയ വോട്ട് ബേസ് രണ്ട് മുന്നണികൾക്കും ഉണ്ട്. അതിൽ ബാക്കി ഈ ചെറിയ ഫാക്ടേഴ്സ് എങ്ങനെ നീങ്ങും എന്നതൊക്കെ ഒരു വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് കണ്ണൂര് ആര് വിജയിക്കും എന്നത് അവസാന നിമിഷം വരെ പറയുക ഒരു അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ശരി, മനു തുടരുക. ഈ മനുഭരത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം, കാരണം അങ്ങേറ്റം പൊളിറ്റിക്കലായ ഒരു ലോക്സഭാ മണ്ഡലമാണ്. അതായത് കൃത്യമായ വോട്ട് ഷെയർ രണ്ട് പാർട്ടികൾ LDFനും UDFനും ഉണ്ട്. അവിടെ നിന്നും എക്സസൈസ് ലഭിക്കുന്ന ചെറിയൊരു ശതമാനമാണ് വിജയം നിർണ്ണയിക്കുന്നത്. അത് കൃത്യമാണ്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും വളരെ കൃത്യമായി തന്നെ ഈ ഭൂരിപക്ഷത്തിന്റെ നേരിയ ഏറെക്കുറിച്ചുകൾ പ്രകടമായിട്ടുണ്ട്. മനു ഒരു കാര്യം കൂടിയുള്ള, മനു സൂചിപ്പിച്ചു ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരിക്കൂർ, പേരാവൂർ എന്നതും ഒപ്പം കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ സുധാകരൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കാറുള്ള ഒരു മേൽക്കോയ്മയുമുണ്ടല്ലോ. അപ്പോൾ ഈ 3 ഇടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ മേധാവിത്വവും മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണയും ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാവും അവിടെ സാധാരണ രീതിയിൽ UDF വിജയം സാധ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആ തെരഞ്ഞെടുപ്പ് വിധി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലേ മനു? മറ്റിടങ്ങളൊക്കെ ഒരു ലെഫ്റ്റ് കോട്ടയെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമല്ലോ. അതെ, പക്ഷേ ഈ സൈത്ത് സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമാണ്. ഈ 3 ഇടങ്ങളിൽ നിന്നുള്ള ഒരു വോട്ട് ലീഡാണ് സുധാകരൻ്റെ ലീഡ് എത്ര എന്ന് നിർണ്ണയിക്കുന്നത്. നമുക്കറിയാം കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ അദ്ദേഹം മറ്റ് സംസ്ഥാനത്തെ എന്താണ് അദ്ദേഹത്തിനുള്ള ഒരു ക്ലൗട്ട് എന്നതല്ല. കണ്ണൂരിൽ കെ സുധാകരൻ കണ്ണൂരിൻ്റെ ഹൈക്കമാൻഡാണ്. അത് KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അല്ലാത്ത കാലത്തുമൊക്കെ ഒരു കണ്ണൂരിൻ്റെ ഹൈക്കമാൻഡ് കെ സുധാകരനാണ്. ഈ മണ്ഡലങ്ങളിൽ സുധാകരൻ്റെ ഒരു സാന്നിധ്യം വരുമ്പോൾ, അല്ലെങ്കിൽ സുധാകരൻ ഒരു കാൻഡിഡേറ്റായി വരുമ്പോൾ കിട്ടുന്ന ഒരു പിക്ചർ വ്യത്യസ്തമാണ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിൽ CPMനെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ തളിപ്പറമ്പ് പോലുള്ള പ്രദേശങ്ങളിൽ സുധാകരന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തളിപ്പറമ്പ് നമുക്കറിയാം, MV ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ തവണ അവിടുന്ന് നിയമസഭയിലേക്ക് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ സുധാകരന് അവിടെ ലീഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. അപ്പോൾ ആകെ ഇടത് കേന്ദ്രങ്ങൾക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞ തവണ ധർമ്മടത്തും മട്ടന്നൂരുമാണ്. സ്വാഭാവികമായി അത് രണ്ടും വലിയ ഇടത് കേന്ദ്രങ്ങൾ തന്നെയാണ്. അഴീക്കോടിൽ നമുക്കറിയാം, അവിടെ ലീഗിൻ്റെ കേന്ദ്രമായിരുന്നു. KV സുമേഷാണ് കഴിഞ്ഞ തവണ അത് അട്ടിമറിയിലൂടെ നേടിയെടുക്കുകയും അത് LDFിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ സ്വാഭാവികമായും ലീഗിന് വലിയ അടിത്തറയുള്ള മേഖലയാണ് അഴീക്കോട്. അപ്പോൾ അഴീക്കോട്, അതുപോലെ കണ്ണൂർ നഗരം, ഒപ്പം ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ ആ ആധിപത്യം അതുപോലെ നിലനിർത്താൻ കഴിഞ്ഞാൽ കെ സുധാകരന് വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ MV ജയരാജൻ അദ്ദേഹം കണ്ണൂരിൻ്റെ ഒരു മനസ്സറിയുന്ന ആളാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുമ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന MV ജയരാജൻ അത്രമാത്രം ജനങ്ങളിലൊക്കെ ഇടയിൽ ഉള്ള ഒരാളാണ്. മാത്രമല്ല സൈത്തിന് അറിയാമായിരിക്കും, സ്വാഭാവികം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയൊക്കെ ആയി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ളൊരു അടുപ്പം അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹത്തിനൊരു നേട്ടമാണ്. പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ള വലിയ സ്വാധീനം, പിന്നെ ഒരു ജനകീയൻ എന്നുള്ള ഒരു മുഖം, ഇതൊക്കെ MV ജയരാജന് ഒരു പ്രധാന നേട്ടമാണ്. അപ്പോൾ ഈ നേട്ടം അദ്ദേഹത്തിന് ഈ മണ്ഡലങ്ങളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ? മാത്രമല്ല ഇത്തവണ പ്രചരണം നേരത്തെ തുടങ്ങാൻ MV ജയരാജന് കഴിഞ്ഞു. സൈത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ഥാനാർത്ഥിയാകുന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഉണ്ടായിരുന്നല്ലോ. ഒരു ഘട്ടത്തിൽ താനിവിടെ മത്സരിക്കില്ല, താൻ മത്സരരംഗത്തില്ല എന്ന് കെ സുധാകരൻ പറയുന്നു. വേറൊരാളെ പരീക്ഷിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയുടെ പേരൊക്കെ വരുന്നു. അതിനെതിരെ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് UDFിൽ അംഗീകരിക്കുന്നില്ല. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ തന്നെ വരുന്നു. എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഇതിൽ ഒരു താൻ ഇത്തവണ സ്ഥാനാർത്ഥിയാകില്ല എന്ന ഒരു ധാരണ കെ സുധാകരന് പാർലമെൻറ്റിലേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാകണം ഈ ഇത്തവണ ഈ ആളുകൾക്കിടയിൽ സാധാരണ സുധാകരൻ വളരെ ജനകീയമായ എല്ലാ പരിപാടികളിലും പരമാവധിയൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ തവണ അത് ഉണ്ടായില്ല എന്നൊരു വിമർശനം കോൺഗ്രസിനകത്ത് തന്നെയുണ്ട്. ആ പ്രശ്നം കൂടി പരിഹരിക്കാനൊക്കെ ഉള്ള ഒരു സമയം അദ്ദേഹത്തിന് കിട്ടിയോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ മനു എന്തായാലും തുടരുക. നമുക്ക് ഇനി കണ്ണൂർ പരിശോധിക്കാനുള്ളത്, കണ്ണൂർ ഇനിയുള്ള 5 ദിവസത്തെ അടിയൊഴുക്ക് അതോടൊപ്പം തന്നെ BJPയുടെ സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ച് UDF ക്യാമ്പിൽ നിന്ന് ഒരു കോൺഗ്രസിനെ പ്രമുഖ നേതാവിനെ അടർത്തിയെടുത്ത് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത അതുകൂടിയാണ് പരിശോധിക്കേണ്ടത്.
ചേരുന്നത്. മനു, വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വീട്ടിൽ ആർക്കെങ്കിലും വീണ്ടും ഒരുപക്ഷെ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന, രാഷ്ട്രീയത്തിനനുസരിച്ച് മാത്രം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതുന്ന, വോട്ടർമാർ വിധിയെഴുതുന്ന കണ്ണൂർ മണ്ഡലത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് മനു ഭരത് അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനു, രണ്ട് സ്ഥാനാർത്ഥികളുടെ എം വി ജയരാജന്റെയും അതോടൊപ്പം തന്നെ കെ സുധാകരന്റെയും ചിത്രം പറയുമ്പോൾ തന്നെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അങ്ങനെ അടർന്നു വന്ന, നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖങ്ങളിൽ ഒന്നായിരുന്നു അവിടെ പ്രാദേശികമായെങ്കിലും അങ്ങനെ ഒരു നേതാവിനെ അടർത്തിയെടുത്ത് NDAയുടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് ഏത് തരത്തിൽ ആണ് വർക്കൗട്ട് ചെയ്യുക എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ? മനു, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ BJPക്ക് അങ്ങനെ ഒരു വലിയ, ഇപ്പോൾ ആലപ്പുഴയിലോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തോ തൃശ്ശൂരിലോ ഒക്കെ ഉള്ള പോലെ ഒരു ഫൈറ്റ് ഇവിടെ കാഴ്ചവെക്കാൻ കഴിയുമോ എന്നൊരു സംശയം എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ട്. പക്ഷേ സ്വാഭാവികമായും BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും വലിയൊരു വോട്ട് ഷെയർ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു 2011 തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3% വോട്ട് ഷെയർ ആണ് അന്നൊക്കെ BJPക്ക് ഉണ്ടായിരുന്നത്. അവിടുന്ന് അതൊരു 9% ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതൊരു 9% ഉയർത്താൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 9% നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു ക്ലൗട്ട് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഏതായാലും പക്ഷേ ഈ സ്ഥാനാർത്ഥി ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് എന്നത് കോൺഗ്രസ് വോട്ട് പിളർത്തുമോ എന്നൊരു ആശങ്ക ചെറിയ തോതെങ്കിലും ഉണ്ട്. കാരണം ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട സ്ഥാനാർത്ഥിയായിരുന്നു C. രഘുനാഥ്. മാത്രവുമല്ല കെ സുധാകരൻ്റെ വലിയ അടുത്ത ആളുമായിരുന്നു. ഈ ധർമ്മടം മണ്ഡലത്തിൽ മമ്പ്രം ദിവാകരനാണ് സാധാരണ പിണറായി വിജയൻ്റെ ഒരു എതിരാളിയായി നമുക്ക് അതിനു മുമ്പേ കണ്ടത്. അപ്പോൾ മമ്പ്രം ദിവാകരൻ അവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ വളരെ കരുത്തുറ്റൊരു മുഖമായിരുന്നു. പക്ഷേ അദ്ദേഹം നിർഭാഗ്യവശാൽ KPCC പ്രസിഡന്റുമായ അഭിപ്രായ വ്യത്യാസം ഉള്ള ഒരാളാണ്. അവർ തമ്മിലുള്ള തർക്കം എത്രയോ കാലങ്ങളായി ഉള്ളൊരു തർക്കവുമാണ്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ അദ്ദേഹം മമ്പ്രം ദിവാകരൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇല്ലാതാകുന്നു. പകരം സുധാകരൻ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ C. രഘുനാഥിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. അത് ഒരു ചെറിയ തിരിച്ചടി സുധാകരന് ഉണ്ടാകും. കാരണം സുധാകരന് സ്വാഭാവികമായും BJPയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ ഇടതുപക്ഷം എല്ലായിടത്തും സജീവമാക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗം കൂടി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ BJP സ്ഥാനാർത്ഥിയായി പോയി എന്നതൊരു ചെറിയ തിരിച്ചടിയാകും. പക്ഷേ അത് ഈ ധർമ്മടം മണ്ഡലത്തിലായതുകൊണ്ട് ധർമ്മടത്ത് കോൺഗ്രസിന് വലിയ ഒരു സംഘടനാ സംവിധാനമുണ്ട്. ഒരുപക്ഷെ അവർക്ക് അവിടെ എതിരാളി മുഖ്യമന്ത്രി പിണറായി വിജയനായതുകൊണ്ടും അവിടെ CPM-ന് ഒരു നല്ല ശക്തി കേന്ദ്രമായതുകൊണ്ടും അവിടെ ജയിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനത്തിൽ വിള്ളൽ വീഴുമോ എന്നൊരു ആശങ്കയുണ്ട്. മനു ഇടയ്ക്ക് ഒരു കാര്യം, മനു അല്പം മുമ്പ് പരാമർശിച്ചു പോയ വിഷയം തന്നെയാണ്. കാരണം കെ സുധാകരൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ നേരിടുന്ന ഒരു വലിയ ആക്ഷേപം ഏതു സമയവും BJPയിലേക്ക് പോകും എന്ന ഒരു ആക്ഷേപമാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അതൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം ശക്തമായി പ്രചരണ രംഗത്തേക്ക് ഇടതുമുന്നണി അത് ഉയർത്തുമ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ഇതുവരെ അതിനെ പ്രതിരോധിച്ചത്? ഈ ഒരു ആരോപണവും ആക്ഷേപവും സുധാകരന് കണ്ണൂരിൽ ഒരു വെല്ലുവിളിയാണോ മനു? ഇതുവരെയുള്ള ചിത്രം എങ്ങനെയാണ്? അത് രണ്ടു തരത്തിൽ അദ്ദേഹത്തെ ബാധിക്കും. ഒന്ന്, കണ്ണൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 30% ന്യൂനപക്ഷ വോട്ടർമാരുണ്ട്. 10% ന്യൂനപക്ഷ വോട്ടർമാർ എന്നാൽ മുസ്ലിം വിഭാഗത്തിലുള്ള 10% ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വോട്ടർമാർ. അപ്പോൾ 40% ന്യൂനപക്ഷങ്ങളാണ്. അതിൽ BJPയോട് ആഭിമുഖ്യമുള്ളവർ വളരെ കുറവുമാണ്. അപ്പോൾ ഒരുപക്ഷെ ആ വോട്ടുകൾ അത് ബാധിക്കുമോ എന്നൊരു ആശങ്ക ഒരു വശത്തുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കാൻ ലീഗിനെ വിശ്വാസത്തിലെടുക്കാൻ ഇത്തവണ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതൊരു വലിയ ഒരു നേട്ടമായി കാണാം. കാരണം സ്വതവേ ഇടയ്ക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊക്കെ ചില ലീഗ് നേതൃത്വം ഒരു അസമയത്തായിപ്പോയി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം പ്രചരണ രംഗത്ത് ലീഗ് വലിയ തോതിൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് ഈ പ്രചരണ രംഗത്ത് സജീവമാകുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് ഈ BJPയിലേക്ക് പോകില്ല എന്നുള്ളത് ഒരുപക്ഷെ ഒരല്പം ഒരു BJP വോട്ടർമാരുടെ വോട്ടുകൾ കൂടി അദ്ദേഹത്തിന് ഒരുപക്ഷെ വിജയസാധ്യത സുധാകരനാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചാൽ BJP വോട്ടർമാർ കുറെ കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തേക്കും എന്നൊരു പ്രതീക്ഷയും കണക്കൂട്ടലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടു തരത്തിൽ ബാധിക്കാൻ ചെറിയ തോതിൽ ന്യൂനപക്ഷ
വോട്ടർമാർക്കിടയിൽ അത് സുധാകരന് നെഗറ്റീവായി വന്നാൽ അത് ഭൂരിപക്ഷ വോട്ടർമാർക്കിടയിൽ ഒരു പോസിറ്റീവ് ഫാക്ടർ ആകും എന്ന പ്രതീക്ഷയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ മനു സൂചിപ്പിച്ചതുപോലെ 3% മാത്രമാണ് അവിടുത്തെ BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ശതമാനം. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9% എത്തുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6.5% ആയിരുന്നു വോട്ട്. അത് ഉയരുമോ എന്നതാണ് BJPയിൽ അറിയേണ്ടത്. ഒപ്പം കെ സുധാകരന്റെ ഈ BJP എന്ന തരത്തിലുള്ള ആ ഒരു പ്രചാരണം അതെങ്ങനെ പ്രതിഫലിക്കുമെന്നതിന് മനു നൽകിയ ഉത്തരം BJP സമാഹരിക്കുന്ന അധിക വോട്ട് ചർച്ച ഉണ്ടാക്കുക ആർക്ക് എന്നതും ഒരുപക്ഷെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ കണ്ണൂരും ഒരു ഘടകമായി. തീർച്ചയായും നമുക്ക് കണ്ണൂരിന്റെ അവസാന ചിത്രം കൂടി പകർത്തേണ്ടതുണ്ട്. അതിന്റെ വിശദാംശങ്ങളും മനു ഭരത്ത് നൽകും. പക്ഷേ അതിനു മുമ്പ് ഒരു ഇടവേളയിലേക്ക്. പറഞ്ഞോ പെറ്റ ഇലക്ഷൻ പൂരം തുടരുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ട്രെൻഡ് വിവരങ്ങൾ ആണ് മനു ഭരത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ മാർജിനിൽ അടക്കം വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലം, രാഷ്ട്രീയമായി കൃത്യമായി പ്രതികരിക്കുന്ന വോട്ടർമാർ, അങ്ങനെ സവിശേഷതകൾ ഏറെയാണ്. അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഏറ്റവും ഒടുവിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് മനു നൽകിയ വിവരം. അതെ മനു, നമുക്കിനി അറിയേണ്ടത് ഈ 5 ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെങ്കിലും സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ കണ്ടെത്താൻ കഴിയുന്നതുണ്ടോ? അതല്ല ഈ പ്രചരണ രംഗത്ത് ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ തന്നെയാണോ ഇനിയുള്ള 5 ദിവസവും കണ്ണൂർ ചർച്ചയാവുക? മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ടോ? ഒരു കാര്യം കൂടി, പൊതുവിൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടർമാർക്ക് സ്വാധീനം കൂടുതലുള്ള ഇടമായതുകൊണ്ട് തന്നെ CPM സംസ്ഥാന അടിസ്ഥാനത്തിൽ മുസ്ലിം ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താൻ നടത്തുന്ന രാഷ്ട്രീയം, അതിന്റെ ഒരു പ്രതിഫലനവും കണ്ണൂരിൽ നമുക്കുണ്ടാകുമോ? അങ്ങനെ പ്രതീക്ഷിക്കാമോ? അതിൻ്റെ ഒരു സൂചനയാണ് സഹിത്ത് പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു സൂചനയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ നമ്മൾ കണ്ണൂരിൽ നിന്ന് മനസ്സിലാക്കിയത്. കാരണം വളരെ ശക്തമായ രീതിയിൽ മുഖ്യമന്ത്രിയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി രാഹുൽ ഗാന്ധി കണ്ണൂരിലെടുത്തു. അത് കുറെ കൂടി ശക്തമായി എടുത്താൽ അത് ഇടതുപക്ഷത്തിന് ആ നിലയിലേക്ക് അവരെ പ്രതിരോധത്തിലാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് സുധാകരൻ ക്യാമ്പിൽ. അപ്പോൾ വരും ദിവസങ്ങളിൽ പ്രചരണ രംഗങ്ങളിലെല്ലാം സാധാരണഗതിയിൽ BJPയെ ആക്രമിക്കുക എന്നൊരു പൊതുരീതി, അല്ലെങ്കിൽ BJPയെ എതിർത്ത് വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ എന്ന ഒരു പൊതുരീതി സംസ്ഥാനത്ത് മറ്റിടങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി മുഖ്യമന്ത്രിയെയും CPMനെയും നേരിട്ട് ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ രീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒരു വശം. രണ്ടാമത്തേത് ഈ ന്യൂനപക്ഷ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള CAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദ വിഷയം, അത് എങ്ങനെ കൂടുതൽ അവർക്കിടയിൽ ന്യൂനപക്ഷ വോട്ടർമാരുടെ ഒരു അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു രക്ഷ എന്നത് അത് എങ്ങനെ CPMന് അവരെങ്ങനെ അത് തങ്ങളാണെന്ന് CPM പറയുന്നു, അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നതൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ ലീഗ് നേതൃത്വം പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ആയിട്ട് CPM വരേണ്ടതില്ല, അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം, അല്ലെങ്കിൽ അത് പൊതുവെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഒന്നാം നിര പൗരന്മാർ തന്നെയാണ്, CPM ആയിട്ട് ഇനി അവരുടെ സ്വന്തം പാർട്ടി രക്ഷിച്ചാൽ മതി, ഇത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ അവരുടെ ഒരു സഹായം ആവശ്യമില്ല എന്നൊരു പ്രചരണം നടന്നു. അതേസമയം CPM ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടാനുള്ള ഒരു ഈ CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തികഞ്ഞ ആത്മാർത്ഥതയില്ല എന്നുള്ള കാര്യങ്ങൾ അവർ ഉന്നയിക്കുന്നു. അതേപോലെ തന്നെ ഈ മലയോര കർഷകരുടെയൊക്കെ വിശ്വാസം പിടിച്ചുപറ്റാനുള്ള മാർഗങ്ങൾ ആരായുന്നു. കാരണം മലയോര കർഷകരൊക്കെ ഉള്ള മേഖല കൂടുതലും UDFന് അനുകൂലമായുള്ളൊരു നിലപാടാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ എത്ര വോട്ടുകൾ അടർത്തി മാറ്റാൻ കഴിയും എന്നത് കൊണ്ടുവരുന്നു. അതുപോലെ യുവാക്കളെയും സ്ത്രീകളെയും എങ്ങനെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ചർച്ചകളും ചിന്തകളുമാണ് UDF ക്യാമ്പിൽ ഉള്ളത്. എന്തായാലും കെ സുധാകരനെ വിജയിപ്പിച്ചും തോൽപ്പിച്ചും ചരിത്രമുള്ള മണ്ഡലം ആണ് കണ്ണൂർ. അവിടെ ഇപ്പോൾ ആർക്കാണ് കൃത്യമായൊരു മേൽക്കൈ എന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്ത, അതായത് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ എത്തുന്ന ഘട്ടത്തിൽ പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം എന്നാണ് ഇപ്പോൾ മനു ഭരത്ത് അവിടെ നിന്ന് രാഷ്ട്രീയപരമായ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന കണ്ണൂരിൽ ചെറിയൊരു ശതമാനമായിരിക്കും വോട്ടിങ്ങിൽ ജനപരാജയത്തെ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ആ ട്രെൻഡ് ആർക്കൊപ്പമെന്ന് ഇപ്പോൾ നിശ്ചയിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. 5 ദിവസം കൂടി ഉണ്ട്, അതുകൊണ്ട് ട്രെൻഡ് ഏത് രീതിയിലും മാറി. പക്ഷേ മനു ഭരത്ത് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ണൂരിലെ ജനങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുകൂടി നമ്മൾ ആരായുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. ഒരു ഇടത് ചായ്വാണ് പ്രതീക്ഷിക്കുന്നത്. യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത് ചായ്വാണ് പ്രതീക്ഷിക്കുന്നത്.
മറ്റ് രാജ്യത്തുള്ള വർഗീയത ആയിക്കഴിഞ്ഞാൽ ഇതിനെയൊന്നും ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് പോലും സാധിക്കുന്നില്ല. ഫെഡറലിസവും ഭരണഘടനയും തമ്മിലുള്ള പോരാട്ടമാണ്. കേരളത്തെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തെ ജനങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്തുന്നു തന്നെയാണ് കരുതപ്പെടുന്നത്. വോട്ടിംഗ് ഇടതുപക്ഷം ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് വിശ്വാസം. റൈറ്റ്. എന്തായാലും സജിത്ത്, ഈ കണ്ണൂർ മണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനു ആരംഭിച്ചത് ഒരു പക്ഷേ ഇത്രമേൽ രാഷ്ട്രീയം പറയുന്ന മണ്ഡലം മറ്റൊന്നില്ല എന്നാണ്. ഈ രണ്ട് പ്രതികരണങ്ങളിൽ പോലും അവർ കൃത്യമായ രാഷ്ട്രീയമാണ് പറഞ്ഞത്. ഒരുപക്ഷെ കണ്ണൂരിലെ മണ്ഡലത്തിലേക്ക് പോയി ആരുടെ പ്രതികരണം തേടിയാലും ഇത്തരത്തിൽ തന്നെയായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മറുപടി എന്നുള്ളതാണ്. ഇനി നമുക്ക് കൊല്ലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകണം. ഒരു പരിധിവരെ താരമണ്ഡലം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി അറിയപ്പെടുന്ന ഈ ഒരു MP ഉള്ളൂ എങ്കിൽ പോലും പാർലമെന്റിൽ എപ്പോഴും സജീവമാണ് NK പ്രേമചന്ദ്രൻ. മറുഭാഗത്ത് ജനകീയനായ ഒരു സിനിമാ താരം അല്ലെ. കൊല്ലത്ത് മത്സരത്തിനൊരു പ്രത്യേകതയുണ്ട്. കൊല്ലത്തെ MP-യും കൊല്ലത്തെ MLA-യും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം. അതുകൊണ്ട് ഈ CPM-ന്റെ തട്ടകം മലബാർ കഴിഞ്ഞാൽ CPM-ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന തട്ടകമാണ് കൊല്ലം. പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ കൊല്ലത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും വിജയം ഇടതുപക്ഷത്തിനായിരുന്നു, LDF-നായിരുന്നു. പക്ഷേ ആ തട്ടകം ലോക്സഭയിൽ കൈവിടുന്നു എന്നതാണ് CPM-ന്റെ ഒരു ദുഃഖ സത്യം. ആ ദുഃഖം മറികടക്കാൻ ഇത്തവണ CPM-ന് കഴിയുമോ? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം പരിശോധിക്കുമ്പോൾ ആയിരത്തി